എല്ലാവർക്കും MG മീഡിയയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് പുതിയൊരു ഇൻഫർമേറ്റീവസ് ആയിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. നേരത്തെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അംഗവൈകല്യം ഉള്ളവർക്ക്, ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ളവർക്ക് എങ്ങനെ UDID കാർഡ്, അതായത് ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഐഡൻറ്റിറ്റി കാർഡ് കരസ്ഥമാക്കാം എന്ന് പറയുന്ന ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിരുന്നു. അങ്ങനെ UDID കാർഡ് കരസ്ഥമാക്കിയിട്ടുള്ള ആൾക്കാർക്ക് എങ്ങനെയാണ് ഇന്ത്യൻ റെയിൽവേയുടെ ദിവ്യാഞ്ജൻ കാർഡ്, അതായത് കൺസെഷന് ആവശ്യമായിട്ടുള്ള കാർഡ് കരസ്ഥമാക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളോട് ഡീറ്റെയിൽഡായിട്ട് പറയുവാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇത് കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഞാൻ നേരിട്ട് പോയി അപ്ലൈ ചെയ്ത് എനിക്ക് ലഭിച്ച കാര്യമാണ്. അതുകൊണ്ടാണ് ഞാനതിനെക്കുറിച്ച് നേരിട്ട് വ്യക്തമായിട്ട് നിങ്ങളോട് പറയുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. മെഡിക്കൽ സർട്ടിഫിക്കറ്റുള്ള 40% അതിൽ കൂടുതലും ഉള്ള അംഗപരിമിതർ അല്ലെങ്കിൽ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് ദിവ്യാഞ്ജൻ കാർഡ് അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ആനുകൂല്യങ്ങൾ, കൺസെഷനുകളൊക്കെ ലഭിക്കുന്നത്. അപ്പോൾ ചോദിക്കും, 39% വരെയുള്ളവർക്ക് ലഭിക്കത്തില്ലയോ? ഇല്ല, അവർക്ക് ഡിസബിലിറ്റി കാർഡ് ലഭിക്കും. പക്ഷേങ്കിൽ ആനുകൂല്യങ്ങൾ ലഭിക്കണമെങ്കിൽ 40% മുകളിലോട്ടുള്ളവർക്കെന്നാണെന്നാണ് എൻ്റെ അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചത്. അപ്പോൾ 40% മുകളിലുള്ള UDID കാർഡ് ലഭിച്ചിട്ടുള്ള ആൾക്കാർ, അവർക്ക് എത്ര ശതമാനം ഡിസബിലിറ്റി ഉണ്ട് എന്നുള്ളത് UDID കാർഡിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ UDID കാർഡ് ലഭിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് ജില്ലാ മെഡിക്കൽ ഹോസ്പിറ്റലിലെ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ്, 4-5 ഡോക്ടർമാർ സർട്ടിഫൈ ചെയ്ത സർട്ടിഫിക്കറ്റും ഈ UDID കാർഡിനോടൊപ്പം തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ എപ്പോഴും അത് ഒരു 4-5 കോപ്പി ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ കയ്യിൽ എപ്പോഴും UDID കാർഡ് കൂടാതെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, അത് മെഡിക്കൽ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് നമ്മൾ ഒരു 4-5 കോപ്പി എപ്പോഴും എടുത്തു വച്ചേക്കുന്നത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ ഈ 2 രേഖകളുമായിട്ട് നമ്മൾ നമ്മുടെ സമീപത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഓർത്തോ സർജൻ, അസിസ്റ്റൻ്റ് ഓർത്തോ സർജൻ, അവർക്കാണ് ഇത് സർട്ടിഫൈ ചെയ്യാനുള്ള പെർമിഷൻ. അവരെ പോയി കാണണം. അവരെ പോയി കാണേണ്ടതിന് ശേഷം ഈ UDID കാർഡിന് വേണ്ടി ഒരു പ്രത്യേകം ഇന്ത്യൻ റെയിൽവേയുടെ ഒരു ഫോമുണ്ട്. നമ്മൾ ഈ ഡോക്ടറെ കാണാൻ പോകുമ്പോൾ ഈ UDID കാർഡിന് വേണ്ടിയിട്ടുള്ള ഫോം ഏതെങ്കിലും കമ്പ്യൂട്ടർ സെൻറ്ററിൽ ചെന്നിട്ട് അല്ലെങ്കിൽ അക്ഷയ സെൻറ്ററിലോ ചെന്നിട്ട് അവരോട് പറയണം, എനിക്കിതുപോലെ ഇന്ത്യൻ റെയിൽവേക്ക് വേണ്ടി കൺസെഷന് വേണ്ടി ദിവ്യാഞ്ജൻ കാർഡ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫോം പ്രിൻ്റ് ഔട്ട് എടുത്തതാണ്. കാരണം പല സമയങ്ങളിലും റെയിൽവേ ഈ ഫോമിൻ്റെ അപ്പൻഡിക്സ് നമ്പറുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കൊണ്ടിരിക്കും. അതൊക്കെ അവരുടെ സുരക്ഷയുടെ ഭാഗമാണ്. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോം അക്ഷയ സെൻറ്ററിലോ കമ്പ്യൂട്ടർ സെൻറ്ററിലോ എവിടെ നിങ്ങളുടെ സൗകര്യാർത്ഥം പോയി കണ്ട് അത് അവരോട് പറഞ്ഞിട്ട് അത് ഡൗൺലോഡ് ചെയ്തെടുത്ത് നമ്മുടെ ഒരു ഫോട്ടോയും കൊണ്ടുവേണം നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഡോക്ടറെ കാണാനായിട്ട് പോകുന്നത്. ഇപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ, ഏതൊക്കെ കാര്യങ്ങളാണ് ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. 1, കൺസെഷൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോം. 2, UDID കാർഡ്. പിന്നെ ഗവൺമെൻറ് ഡോക്ടർമാർ സർട്ടിഫൈ ചെയ്തിരിക്കുന്ന അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്തിരിക്കുന്ന കോപ്പി, പിന്നെ ഒരു ഫോട്ടോ. ഇത്രയും കാര്യവുമായിട്ട് നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ അസിസ്റ്റൻറ്റ് സർജൻ, ഓർത്തോപീഡിക് ഡിപ്പാർട്ട്മെൻറ്റിൽ അവരെ പോയി സമീപിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ അവരോട് പറയണം. എനിക്കിന്നപോലെ റെയിൽവേയിൽ അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, എനിക്കിതുപോലെ UDID കാർഡുണ്ട്, എൻ്റെ ഡിസബിലിറ്റി ഇത്ര %ആണ്. അപ്പോൾ നമ്മുടെ ഡിസബിലിറ്റി പലതരത്തിലുണ്ട്. കേൾവിക്കാർക്ക് ബുദ്ധിമുട്ടുള്ളതിന് അതൊരു ഡിസബിലിറ്റിയാണ്. കാഴ്ചയ്ക്ക് വൈകല്യമുള്ളത് അതൊരു ഡിസബിലിറ്റിയാണ്. നടക്കാൻ വയ്യാത്തതൊരു ഡിസബിലിറ്റിയാണ്. നല്ല കേൾവിയും സംസാരവും ഇല്ലാത്ത അത് മറ്റൊരു ഡിസബിലിറ്റിയാണ്. ഇതെല്ലാം ഡിസബിലിറ്റി പല കാറ്റഗറിയിലുണ്ട്. അതിൻ്റെ ശതമാനത്തെ ബേസ് ചെയ്താണ് നമുക്ക് ഗവൺമെൻറ്റിന് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത്. ശതമാനം ഓൾറെഡി നമ്മുടെ UDID കാർഡിലും റീസണും ശതമാനവും നമ്മുടെ UDID കാർഡിൽ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ
ഈ 2 കാര്യം കൊണ്ട് ഗവൺമെൻറ് ഡോക്ടറെ അടുത്ത് ചെന്നിട്ട് നമുക്ക് റെയിൽവേയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള വിശദ വിവരം അദ്ദേഹത്തോട് പറയണം. എന്നിട്ട് നമ്മുടെ UDID കാർഡും ഗവൺമെൻറ് സർട്ടിഫിക്കറ്റും ഈ ഫോമും കൂടെ അദ്ദേഹത്തിന് കൊടുക്കുക. അദ്ദേഹം അത് ഫില്ല് ചെയ്ത് നമുക്ക് ഫോട്ടോ ഒട്ടിച്ച് ഫില്ല് ചെയ്ത് ഫോട്ടോ ഒട്ടിച്ചെടുത്തും സീല് വേണം. എവിടെയൊക്കെ സീല് വേണം അത് ഞാൻ നിങ്ങളെ ഇപ്പോൾ കാണിക്കാം. ഞാൻ കൊടുത്ത മെഡിക്കൽ സർട്ടിഫിക്കറ്റാണ് ഇതുപോലെ ഇവിടെ ഫോട്ടോ ഒട്ടിച്ച് ഡോക്ടറുടെ പേരും ഡെസിഗ്നേഷന് ഏത് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു അവരുടെ രജിസ്ട്രേഷൻ നമ്പർ വീണ്ടും ശ്രദ്ധിക്കുക. ഡോക്ടറുടെ പേര്, ഡെസിഗ്നേഷൻ, ഏത് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു അവരുടെ രജിസ്ട്രേഷൻ നമ്പർ കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം ഇതിൽ. അതിനുശേഷം ഏത് സ്ഥാപനമാണോ ആ സ്ഥാപനത്തിൻ്റെ സീല്. അതിനുശേഷം അതിന് താഴെയുള്ള പാരഗ്രാഫിൽ ദയവായിട്ട് ഈ പോർഷൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ പോർഷനിൽ 4-5 ടൈപ്പ് ഓഫ് ഡിസബിലിറ്റി എഴുതിയിട്ടുണ്ട്. അതിൽ ഏത് ഡിസബിലിറ്റി ആണോ നമുക്കുള്ളത് ആ ഡിസബിലിറ്റി ടിക്ക് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ഡിസബിലിറ്റികൾസ് എന്തൊക്കെയാണ് എഴുതിയിരിക്കുന്നത് അത് മുഴുവൻ കട്ട് ചെയ്ത് കളയണം. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുകയാണ്. ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതിൽ നമ്മുടെ ഡിസബിലിറ്റി ഏതാണോ അത് ടിക്ക് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള പോർഷൻസ് ഡോക്ടർമാർ തന്നെ പെന്നുകൊണ്ട് കട്ട് ചെയ്യും. അതിനുശേഷം പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഈ ഭാഗത്ത് ഡോക്ടറുടെ പേരും സ്ഥലവും ഒക്കെ ഉണ്ട്, അവിടെ ഒരു സീല് വേണം. ഈ ഭാഗത്തും ഡോക്ടറുടെ പേരും അതോടൊപ്പം തന്നെ ഡോക്ടറുടെ ഡെസിഗ്നേഷന്, രജിസ്ട്രേഷൻ നമ്പർ, ഏത് ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്, ഇത്രയും ചേർത്തുള്ള ഒരു സീലുണ്ട്. രജിസ്ട്രേഷൻ നമ്പർ വ്യക്തമായിട്ട് വായിക്കത്തക്കവണ്ണമായിരിക്കണം. അങ്ങനെ ചെയ്യിച്ച് സീലും ചെയ്യിച്ച് വാങ്ങിക്കൊണ്ട് വന്ന് നിങ്ങൾ അക്ഷയ സെൻറ്ററിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വെച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ വീട്ടിൽ ഇരുന്നു നമ്മൾ ദിവ്യാഞ്ജൻ്റെ സൈറ്റിൽ ഈ കാര്യങ്ങൾ ഈ ഫോം അപ്ലോഡ് ചെയ്യണം. ഡോക്ടർ സർട്ടിഫൈ ചെയ്ത ഈ ഫോം, UDID കാർഡ്, ഗവൺമെൻറ് ഡോക്ടർ സർട്ടിഫൈ ചെയ്ത ആ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, ഇത്രയും കാര്യങ്ങൾ നമ്മൾ അപ്ലോഡ് ചെയ്യണം. അവർ പറയും എന്തൊക്കെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. നമ്മുടെ ആധാർ കാർഡ്, പാൻ കാർഡ് ഇത്യാദി കാര്യങ്ങളെല്ലാം അതോടൊപ്പം ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ അത് ഈ കാര്യങ്ങളൊക്കെ അതോടൊപ്പം അപ്ലോഡ് ചെയ്യണം. അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ദിവ്യാഞ്ജൻ്റെ സൈറ്റിൽ റെയിൽവേ കൺസെഷന് വേണ്ടി നമ്മൾ ഫോം അപ്ലൈ ഡൗൺലോഡ് ചെയ്ത് ചേർത്താൽ വിതിൻ സെക്കൻഡ്സുകൾക്കുള്ളിൽ നമുക്ക് മാക്സിമം ഒരു 2 മിനിറ്റിനുള്ളിൽ നമുക്കറിയാൻ സാധിക്കും നമ്മളുടെ ഫോം റിജക്റ്റ് ചെയ്തിട്ടുണ്ടോ അപ്രൂവ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. നമുക്കൊരു മാക്സിമം ഒരു 5 മിനിറ്റ്സിനുള്ളിൽ നമുക്കറിയാം. നമ്മുടെ മൊബൈലിൽ തന്നെ, കാരണം നമ്മുടെ മൊബൈൽ ഡീറ്റെയിൽസും എല്ലാ കാര്യങ്ങളും അതിൽ കൊടുത്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് മൊബൈലിൽ തന്നെ നമുക്ക് കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞ് ചെക്ക് ചെയ്ത് നോക്കിയാൽ റിജക്ഷൻ ആയിട്ടുണ്ടോ ഇല്ലയോ, പ്രോസസ്സ് അപ്രൂവ് ആയിട്ടുണ്ട്, പ്രോസസ്സിങ് തുടരുന്നു എന്ന് പറഞ്ഞ് മെസ്സേജ് വരും. അപ്രൂവ് ആയിട്ടുണ്ടെങ്കിൽ. റിജക്ഷൻ ആയിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് മെസ്സേജ് വരും റിജക്ഷൻ ആയിട്ടുണ്ട്, അതിൻ്റെ റീസണും അതിന് കാണിക്കും റിജക്ഷൻ ആയിട്ടുള്ളത്. ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ 2 പ്രാവശ്യം റിജക്റ്റ് ചെയ്ത് 3-ാമത്തെ പ്രാവശ്യമാണ് അത് പ്രോസസ്സായി മുന്നോട്ട് നീങ്ങിയത്. ഈ 2 പ്രാവശ്യം, ആദ്യത്തെ പ്രാവശ്യം റിജക്ഷൻ ആയപ്പോൾ തന്നെ ഇന്ത്യൻ റെയിൽവേയുടെ ആൾക്കാർ തിരുവനന്തപുരത്തെ കൊമേഴ്ഷ്യൽ ഓഫീസിൽ നിന്ന് തന്നെ വിളിച്ചു. അതിൻ്റെ പ്രശ്നങ്ങൾ മെസ്സേജിൽ വരുന്നതോടൊപ്പം തന്നെ അവർ പറഞ്ഞു തന്നു. അവരുടെ സേവനം വളരെ ഉപകാരപ്രദമായിരുന്നു, പറയാതിരിക്കാൻ തരമില്ല. അവരുടെ സേവനം ലഭിച്ചു. അതിനുശേഷം അവരെന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ട് എന്നോട് അക്ഷയ സെൻറ്ററിൽ പോയിട്ട് ഇത് അപ്ലോഡ് ചെയ്തിരുന്നിട്ട് അവിടെ ഇരുന്ന് തന്നെ ചെക്ക് ചെയ്തിട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് തന്നെ ചെക്ക് ചെയ്തു. അത് അപ്രൂവ്ഡ്, പ്രോസസ്സിങ് ഫോർ ഫർദർ ഡീറ്റെയിൽസ് എന്നും പറഞ്ഞ് എനിക്ക് മെസ്സേജ് വന്നതിന് ശേഷമാണ് ഞാൻ അവിടെ നിന്ന് പോകുന്നത്. അതിനുശേഷം 10 മുതൽ 15 വർക്കിംഗ് ഡേയ്സ് എടുക്കും നമുക്ക് ദിവ്യാഞ്ജൻ കാർഡ് ലഭിക്കുന്നതിന്. ആ കാർഡിൻ്റെ അത് 15 ദിവസം, 10 മുതൽ 15 വർക്കിംഗ് ഡേയ്സ് കഴിയുമ്പോൾ അതിനുള്ളിൽ നമുക്ക് നമ്മുടെ മൊബൈലിൽ മെസ്സേജ് വരും. ആ മെസ്സേജ് വരുന്ന പ്രകാരം അതിൻ്റെ ലിങ്കും നമുക്ക് മൊബൈലിൽ അയച്ചു തരും. അത് നമ്മൾ അടുത്തുള്ള അക്ഷയ സെൻറ്ററിൽ കൊണ്ടുവന്നിട്ട് അവിടെ സിസ്റ്റത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് അവിടെ നിന്ന് നമുക്ക് ദിവ്യാഞ്ജൻ കാർഡിൻ്റെ പ്രിൻ്റ് ഔട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. അങ്ങനെ എനിക്കും 15 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ എനിക്ക് ദിവ്യാഞ്ജൻ കാർഡിൻ്റെ ലിങ്ക് വന്നു. എനിക്ക് വന്ന കാർഡ് ഞാനിങ്ങനെ കോപ്പി എടുത്ത് ഇതാണ് നമുക്ക് കൺസെഷന് വേണ്ടിയപ്പോൾ
നമ്മൾ ഇന്ത്യൻ റെയിൽവേക്ക് സബ്മിറ്റ് ചെയ്യേണ്ടതായ രേഖ. ഇതിൻ്റെ ഫ്രണ്ട് ആൻഡ് ബാക്ക് സൈഡുകളുണ്ട്, 2 സൈഡുണ്ട്. നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ്, ഡിസബിലിറ്റി പെർസെൻറ്റേജ് എല്ലാം ഈ കാർഡിൽ എഴുതിയിട്ടുണ്ട്. ഇത് നമുക്ക് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും UDID കാർഡ് ഉള്ള 40% മേളിൽ ഡിസബിലിറ്റീസ് ഉള്ള എല്ലാവരും ഈ കാര്യം ചെയ്ത് എടുക്കണം എന്ന് വളരെ സ്നേഹത്തോടു കൂടി നിങ്ങളോട് ഓർമ്മിപ്പിക്കുന്നു. താങ്ക് യു.